ആശാസമരം തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഇന്നലെ ആരോഗ്യമന്ത്രി വീണ ജോർജുമായി നടന്ന ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇന്നു മുതൽ അവർ നിരാഹാര സമരം തുടങ്ങിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആശമാരുടെ സമരത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ആരുടെയൊക്കെയോ കളികൾക്ക് ഇരയാവുകയല്ലേ അവർ? തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഇടതുപക്ഷത്തിന് നേരെ അടിക്കാൻ കിട്ടിയ ഒരു വടിയല്ലേ ഈ ആശാ സമരവും പുകലും എല്ലാം? അല്ലാതെ ഇത്രയും കാലം ഇല്ലാത്തൊരു പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ കൃത്യമായി എങ്ങനെ പൊങ്ങി വന്നു? ഇതിനുത്തരം പറയേണ്ടതും കണ്ടെത്തേണ്ടതും ഈ നാട്ടിലെ ജനങ്ങളാണ്. ആശാ വർക്കർമാർക്ക് പുറകിൽ ശക്തമായ പിന്തുണ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരവസരം കിട്ടിയപ്പോൾ അത് മുതലാക്കുന്ന രാഷ്ട്രീയ തന്ത്രത്തിനപ്പുറം മറ്റൊരു ലക്ഷ്യവും അവരുടെ ഈ മുതലക്കണ്ണീരിന് പുറകിലില്ല. അത് ഇനിയെങ്കിലും ആശമാർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. കഴിഞ്ഞ ദിവസം വിവിധ ആവശ്യങ്ങൾക്കായി സമരം ചെയ്യുന്ന ആശാ വർക്കർമാരെ കുറിച്ച് CPM നേതാവ് A. വിജയരാഘവൻ പറയുകയുണ്ടായി. ആശാ വർക്കർമാർ സർക്കാർ ജീവനക്കാർ അല്ലെന്നും ഇവരെയൊക്കെ നിയമിച്ചത് പ്രധാനമന്ത്രിയാണെന്നും വിജയരാഘവൻ ആരോപിച്ചു. സർക്കാരിനെ ദുർബലപ്പെടുത്താനുള്ള നടപടിയുടെ ഭാഗമാണ് സമരമെന്നും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി. എടപ്പാൾ കാലടിയിലെ TP കുട്ടേട്ടൻ സ്മാരക പൊതുയോഗത്തിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. സമരം ചെയ്യുന്നവരെ ആരെയൊക്കെയോ പിടിച്ചുകൊണ്ടുവന്ന് ക്യാഷും ചോറും കൊടുത്ത് ഇരുത്തിയിരിക്കുന്നതാണ്. ആശകളെ നിയമിച്ചത് പ്രധാനമന്ത്രി ആയതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിക്കെതിരെയാണ് അവർ സമരം നടത്തേണ്ടത്, അല്ലാതെ സംസ്ഥാന സർക്കാരിനെതിരെയല്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. മാത്രമല്ല ആശാ വർക്കർമാരെ നിയമിച്ചത് PSC അല്ല എന്നും അതിനാൽ ആശാ വർക്കർമാർ സർക്കാർ ജീവനക്കാർ അല്ല എന്നും കളവ് പ്രചരിപ്പിച്ച് സർക്കാരിനെ ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി. CPM മൂന്നാം വട്ടവും അധികാരം പിടിക്കുമെന്ന് അറിയുന്നവർ ഇത് സംഭവിക്കാതിരിക്കാനുള്ള ഗൂഢാലോചനയാണ് നടത്തുന്നത് എന്നും വിജയരാഘവൻ വ്യക്തമാക്കുകയുണ്ടായി. കേരളത്തിലാകെ 20,000 ആശാ വർക്കർമാരെങ്കിലും ഉണ്ട്. എന്നാൽ 500 പേരെ സമരം ചെയ്യുന്നുള്ളൂ. ഇവർ ഇപ്പോഴൊന്നും സമരം അവസാനിപ്പിക്കാൻ പോകുന്നില്ല. ആദ്യം ഇവർ സമരം ചെയ്യും, പിന്നീട് വേറെ ആരെങ്കിലും കൊണ്ടിരുത്തും. പാവപ്പെട്ട ആളുകളെ പണം കൊടുത്ത് ഇവിടെ കൊണ്ടിരുത്തി സമരം ചെയ്യിക്കുകയാണെന്നും വിജയരാഘവൻ ആരോപിക്കുകയുണ്ടായി. സർക്കാരിനെതിരെ നടക്കുന്ന ഈ അതിക്രമത്തിലെങ്കിലും രണ്ട് പാർട്ടിക്കാരും ഒരുമിച്ചത് ജനങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ഒരു പൊതു ശത്രുവിനെ തുരത്താൻ രണ്ട് ശത്രുക്കൾ ഒരുമിച്ചു എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും ഇതിൽ കാണാൻ നമുക്ക് കഴിയില്ല. പാവങ്ങളുടെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ്. അവർക്കറിയാം സർക്കാർ തങ്ങൾക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട് എന്ന്. അതുകൊണ്ട് മാത്രമാണ് കൃത്യസമയത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഇവർ നോക്കുന്നത്. ഇത് മനസ്സിലാക്കാത്ത സമരക്കാർ തങ്ങളുടെ അന്നത്തിന് നേരെ തിരിഞ്ഞു കൊത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരത് ഇനിയെങ്കിലും മനസ്സിലാക്കി ഈ പാവക്കൂത്ത് നിർത്തിയില്ലെങ്കിൽ നഷ്ടം അവർക്ക് മാത്രമാണ്. വന്നവനും നിന്നവനും ഒന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും സ്വന്തം പാർട്ടിയും ഭരണവുമേ ഉണ്ടാവൂ. അല്ലാതെ പറയുന്നതൊക്കെ വെറും പൊള്ളത്തരങ്ങളാണ്. അത് ഇനിയെങ്കിലും ഇവർ മനസ്സിലാക്കിയാൽ നന്ന്.